ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കാരണം പല പി എസ് സി പരീക്ഷകളിലും റീസെൻ്റ് ആയിട്ട് നടന്ന പല പി എസ് സി പരീക്ഷകളിലും ആഹ്, ഈ തീമുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്, അല്ലെങ്കിൽ തണ്ണീർത്തട ദിന സംരക്ഷണ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്, തീം അതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് പി എസ് സി പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ വളരെ ഉപകാരപ്രദമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തീംസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് തീംസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, തീംസിനെ കുറിച്ചിട്ടാണ്. 2023 ജനുവരി മുതൽ ജൂൺ വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള, അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും, അതെല്ലാം നമുക്ക് പഠിക്കുന്നത് പോസിബിൾ അല്ല. അപ്പോൾ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളുടെ തീംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ടിട്ട് അവസാനം വരെ എല്ലാവരും കാണുക. വൺസ് അഗെയിൻ ഞാൻ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ 2023 പ്രധാന ദിവസങ്ങളുടെ തീംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പി എസ് സിയുടെ ഇഷ്ട ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്നുള്ള ചോദ്യം അല്ലെ. 1971 റാംസാർ ഉടമ്പടി പ്രകാരമാണ് എന്താ ഫെബ്രുവരി 2 എന്ന് പറയുന്ന ദിവസം ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ പി എസ് സിയുടെ വളരെ ഇഷ്ടമുള്ള ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം എന്നുള്ള ചോദ്യം. എന്നാണ്? ഫെബ്രുവരി 2 ആണ്. സോ കഴിഞ്ഞ വർഷത്തെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ. അതായത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തെ കുറിച്ചാണ്. തണ്ണീർത്തട പുനഃസ്ഥാപനത്തെ കുറിച്ചാണ് 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1971 മുതലാണ് ആ ഒരു റംസാർ ഉടമ്പടി പ്രകാരമാണ് ഫെബ്രുവരി 1971 ഫെബ്രുവരി 2 റാംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. ഓക്കെ, അതിനുശേഷമാണ് ഫെബ്രുവരി 2 എന്താണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. സോ കഴിഞ്ഞ വർഷത്തെ 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്നാണ്. ഓക്കെ ആണല്ലോ. 2022 ചോദിക്കുകയാണെങ്കിൽ വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ ദി പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ്. എന്താണ്? വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ ദി പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ് 2022 പ്രമേയം. അതുകൂടി ഒന്ന് ഓർമ്മിച്ചു വെക്കുകയാണ്, ചിലപ്പം 2022 ചോദിക്കാം. വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ ദി പീപ്പിൾ ആൻഡ് നേച്ചർ. ഓക്കെ ആണല്ലോ. ഇനി ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ. നമ്മുടെ രാമൻ എഫക്റ്റ് അല്ലെ, സി വി രാമൻ, നൊബേൽ സമ്മാനം ലഭിച്ച സി വി രാമൻ അല്ലെ, ഇന്ത്യക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ആ ഒരു സ്മരണാർത്ഥം നമ്മൾ എന്താണ് ഫെബ്രുവരി 28 നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്, ദേശീയ ശാസ്ത്ര ദിനം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നാണ്. അതിന് മലയാളം എന്താണ്? ആഗോളക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്നാണ്. ആഗോളക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്നുള്ളതാണ് 2023 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം. എന്താണ്? ആഗോളക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്നാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നുള്ളതാണ്. സെറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോയാലോ. അടുത്ത ദിവസം എന്ന് പറയുന്നത് മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. മാർച്ച് 8 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ലോക വനിതാ ദിനമാണ് മാർച്ച് 8. ഓക്കെ ആണല്ലോ. സോ എന്താണ് തീം എന്ന് പറയുന്നത്? ഡിജിറ്റ് ഓൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇനക്വാലിറ്റി. മലയാളം എന്താണ്? ഡിജിറ്റ് ഓൾ ലിംഗസമത്വത്തിനായുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ് 2023 ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ്? ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇനക്വാലിറ്റി, ലിംഗസമത്വത്തിനായുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ് 2023 നമ്മുടെ ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. 2022 ജെൻഡർ ഇക്വാലിറ്റി
ഫോർ ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ എന്നുള്ളതായിരുന്നു. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ എന്നുള്ളതായിരുന്നു 2022 ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളുടെ 2022 പ്രമേയം കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് മാർച്ച് 21 അല്ലെ, മാർച്ച് 21, 22, 23, 24 PSCയുടെ ഇഷ്ട ചോദ്യങ്ങൾ. നിങ്ങൾ ഏത് പ്രിലിംസ് പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ദിവസം ചോദിച്ചിട്ടുണ്ടാവും. മാർച്ച് 21 ലോക വനിതാ ദിനം അല്ലെ, വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വനദിനം മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 എന്താണ് ലോക ക്ഷയ ദിനം. അപ്പൊ ഇതിന്റെ എല്ലാം തീമുകൾ നമ്മൾ പഠിക്കുകയാണ്. ആദ്യം മാർച്ച് 21 ലോക വനദിനം അല്ലെ. ലോക വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. എന്താണ്? വനങ്ങളും ആരോഗ്യവും എന്ന് പറയുന്ന ആ ഒരു പ്രമേയമാണ് 2023 ലോക വനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്, വനങ്ങളും ആരോഗ്യവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 ലോക വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നാണ്, വനങ്ങളും ആരോഗ്യവും എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ഏതാണ്? മാർച്ച് 22 വാട്ടർ ഡേ, ജലദിനം അല്ലെ. ആക്സിലറേറ്റിംഗ് ചേഞ്ച്, മാറ്റം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ മാർച്ച് 22 വാട്ടർ ഡേയുമായി ബന്ധപ്പെട്ട ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേറ്റിംഗ് ചേഞ്ച്, മാറ്റം ത്വരിതപ്പെടുത്തുന്നു എന്ന് പറയുന്നതായിരുന്നു ആ ഒരു പ്രമേയം എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ, അതായത് ഭൂഗർഭജലത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടായിരുന്നു 2022 ലോക ജലദിനത്തിന്റെ പ്രമേയം. ഓക്കെ ആണല്ലോ. എന്താണ് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു എന്നായിരുന്നു 2022 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു, ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു എന്നായിരുന്നു 2022 ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത മാർച്ച് 23 അല്ലെ, ക്ലൈമറ്റ് ഡേ, കാലാവസ്ഥാ ദിനം അല്ലെ. ദ ഫ്യൂച്ചർ ഓഫ് വെദർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ, കാലാവസ്ഥ, ജലത്തിന്റെ ഭാവി. ഓക്കെ, ഇത് വരും തലമുറകൾക്ക് എന്നുള്ള ആ ഒരു മെസ്സേജ് പാസ് ചെയ്തും കൊണ്ടാണ് 2023 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ദ ഫ്യൂച്ചർ ഓഫ് വെദർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ, കാലാവസ്ഥ, ജലത്തിന്റെ ഭാവി, വരുന്ന തലമുറകൾ കൂടിയിട്ട്. അങ്ങനെയാണ് ആ ഒരു പ്രമേയമാണ് 2023 ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെയാണ്, ജലമല്ല, നമ്മുടെ കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ഏപ്രിൽ 7 1948 ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 75ാം വാർഷികമാണ് 2023 നടന്നത്. ഓക്കെ, ആ 2023 ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ഓക്കെ, ആ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു എന്താ, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ആ ഒരു തീമായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2023 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു. ഓക്കെ ആയിരുന്നല്ലോ. നെക്സ്റ്റ് ഏപ്രിൽ 22 എർത്ത് ഡേ, ഭൗമദിനം അല്ലെ. ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ്, ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ്, പ്ലാനറ്റ് എന്നുണ്ട്, പ്ലെയിൻ എന്നല്ല, പ്ലാനറ്റ്. ഓക്കെ ആണല്ലോ. ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ്. ഓക്കെ ആണല്ലോ. ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ് എന്നുണ്ട് കേട്ടോ, പ്ലെയിൻ എന്നല്ല, പ്ലാനറ്റ്. ഓക്കെ, നമ്മുടെ ഗ്രഹത്തിൽ, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. ഓക്കെ, പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രഹം, നമ്മൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നുള്ള ആ ഒരു തീമായിരുന്നു 2023 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. ഒരു പ്രത്യേകത കൂടിയുണ്ട്, കഴിഞ്ഞ വർഷവും, അതായത് കഴിഞ്ഞ 2023 22 സെയിം തീമായിരുന്നു. എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്ന് പറയുന്ന സെയിം തീമായിരുന്നു കേട്ടോ. 2 വർഷവും ഒരേ തീം തന്നെയായിരുന്നു. പഠിക്കാൻ സുഖമായില്ലേ അല്ലെ. 22 23 സെയിം തീമാണ്, സെയിം പ്രമേയമാണ്. എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു
നമ്മുടെ ആ ഒരു തീം. അടുത്തത് മെയ് 22 വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ, അതായത് ലോക ജൈവ വൈവിധ്യ ദിനമാണെന്ന് മെയ് 22 എന്ന് പറയുന്നത്. ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 എന്നാണ് ലോക ജൈവ വൈവിധ്യ ദിനം. ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി, കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക എന്നുള്ള അതാണ് അതിന്റെ മലയാളം. എന്താണ് അതിന്റെ തീം? ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി, കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു 2023 ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ മെയ് 31 നോ ടൊബാക്കോ ഡേ, അതായത് പുകയില വിരുദ്ധ ദിനം. ഓക്കെ, വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ, ഞങ്ങൾക്ക് പുകയിലയല്ല ഭക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന, ഭക്ഷണം വളർത്തുക എന്നുള്ള ഭക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന ആ ഒരു തീമായിരുന്നു. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ. ഓക്കെ, പുകയിലയല്ല ഭക്ഷണം വളർത്തുക എന്നുള്ളതായിരുന്നു 2023 ലോക നമ്മുടെ പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അതായിരുന്നു. ഓക്കെ ആണല്ലോ. ഭക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത്, പുകയിലയല്ല എന്നുള്ളതായിരുന്നു ആ ഒരു തീം. നെക്സ്റ്റ് ജൂൺ 5, വളരെ ഇമ്പോർട്ടന്റ്, PSCയുടെ ഇഷ്ട ദിവസമാണ് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനമാണ്. കഴിഞ്ഞ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓൾറെഡി പല എക്സാമുകളിലും ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഏത് വർഷത്തെ നമ്മുടെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ്? ഏതാണ്? ഏത് വർഷത്തെയാണ്? 2023 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് എന്ത്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ എന്നുള്ളതാണ് അതിന്റെ മലയാളത്തിലുള്ള മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള പരിഹാരങ്ങൾ, ഓക്കെ, എന്നതായിരുന്നു അതിന്റെ മലയാളത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കഴിഞ്ഞ വർഷമാണെങ്കിൽ, അതായത് 2022 ഓൺലി വൺ എർത്ത് എന്നായിരുന്നു കേട്ടോ. ഓൺലി വൺ എർത്ത് എന്നായിരുന്നു. ഓൺലി വൺ എർത്ത് എന്നായിരുന്നു എന്ത്? കഴിഞ്ഞ വർഷമല്ല, 2022 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി വൺ എർത്ത് എന്ന് പറയുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം 2023 പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നുള്ളതാണ്. 22 ഓൺലി വൺ എർത്ത് എന്നുള്ളതാണ്. ഓൺലി വൺ എർത്ത്. ഓക്കെ ആണല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ജൂൺ 21. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിന് ഒരു ഹോസ്റ്റ് ഉണ്ടാവും, ഒരു ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ വർഷം ഏതാണ് രാജ്യം? 2023 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ് കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. 2023 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏത് രാജ്യമാണ്? അത് ഐവറി കോസ്റ്റ് ആണ്. അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞാൽ ജൂൺ 21 അല്ലെ, ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും കൂടുതൽ പകലിന്റെ ദൈർഘ്യമുള്ള ദിവസമാണ് ജൂൺ 21. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ആചരിക്കുന്നത്? യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യോഗ ഫോർ വസുദൈവ കുടുംബകം അല്ലെ. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകം ഒരു കുടുംബമാണ്, ലോകം ഒരു കുടുംബമാണ് എന്നുള്ളതാണ് വസുദൈവ കുടുംബകത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ യോഗ ഫോർ വസുദൈവ കുടുംബകം എന്നാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ്? ജൂൺ 21 യോഗാ ദിനം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നതാണ് യോഗ ഫോർ വസുദൈവ കുടുംബകം. ഓക്കെ ആണല്ലോ. അതിന്റെ മുന്നത്തെ വർഷമാണെങ്കിൽ യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് കേട്ടോ. യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് അതിന്റെ മുന്നത്തെ വർഷം എന്ന് പറയുന്നത്. യോഗ ഫോർ ഹ്യൂമാനിറ്റി. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2022 യോഗ ഫോർ ഹ്യൂമാനിറ്റി 2022. ഓക്കെ ആണല്ലോ. സോ ഈ 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി എക്സാമുകൾ അല്ലെ, പോലീസ് യൂണിഫോം പോസ്റ്റുകളാണെങ്കിലും
LP, UP ആണെങ്കിലും അതുപോലെ തന്നെ LDC, LGS പോലത്തെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ പല ആൾക്കാർക്ക് എന്താണ് ആ ഒരു LP, UPക്കുള്ള ആ ഒരു യോഗ്യത ഉണ്ടാവുക. പിന്നെ പല ആൾക്കാരും എന്താണ് ആ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പല ആൾക്കാരും LDC അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ LGS ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താണ് ലക്ഷ്യം എന്താണ്, അതിനെക്കുറിച്ചെല്ലാം എങ്ങനെ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എക്സാമിനെ നേരിടണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട്, അത് ഒരു കോഴ്സ് മാത്രമല്ല, LD ആയാലും LP, UP ആയാലും നിങ്ങളുടെ ആ ഒരു കാലിബർ അനുസരിച്ച് നിങ്ങൾ ഏത് ഫോക്കസ് ചെയ്യണം. ഓക്കെ, പല ആൾക്കാരും ഉണ്ടാവും LSCS വരുന്നുണ്ട്, ഞങ്ങൾ ഡിഗ്രി ലെവലിൽ ഫോക്കസ് ചെയ്യണതോ LDC ഫോക്കസ്, അങ്ങനെ കുറെ പല ആൾക്കാർക്കും പല ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആശമിസിന്റെ ഒരു വെബിനാർ വരുന്നുണ്ട്. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് CSC നിങ്ങളിലേക്ക് ആശമിസിന്റെ ഒരു വെബിനാറുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ LP, UP, LDC വിവിധ കോഴ്സുകളിലേക്ക് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, പിന്നെ PDF നോട്ട്സ്, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയരുത്. നിങ്ങളുടെ മുന്നിൽ 6 മാസം ഉള്ളൂ. ഇനി നിങ്ങളിങ്ങനെ ഡേറ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ സമയം കളയരുത്. നിങ്ങൾ ഓൾറെഡി നമുക്കൊരു പരീക്ഷാ കലണ്ടർ എല്ലാം ഒരു വർഷം മുന്നേ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയം. അപ്പോൾ നിങ്ങൾ അത് ആരും മിസ് ചെയ്യരുത്, അത് നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും നിങ്ങളെ ജീവിതത്തെ അത് ബാധിക്കും, നിങ്ങളുടെ സ്വപ്നത്തെ അത് ബാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് LDC ആണെങ്കിലും LP, UP ആണെങ്കിലും ഏത് കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 8589083568 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു തീം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ജൂൺ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ഉടൻ തന്നെ ഇതിന്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട് ഉൾപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തി മറ്റ് ഇനി ജൂലൈ തൊട്ടിട്ട് എന്താ പറയുക, നമ്മുടെ ഡിസംബർ വരെയുള്ള 2023 പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പ്രമേയം നമുക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ, ഒരു കൺസോളിഡേറ്റഡ് ഡാറ്റ ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് തരുന്നത്, ഈ ഒരു പ്രമേയങ്ങൾ തരുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവുന്ന രീതിയിൽ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും